ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യുകയായിരുന്നു. ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ക്ലാസ് നമ്പർ 2. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡയമെൻഷൻസ്. എന്താണ് ഡയമെൻഷൻസ്? അതുപോലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കണ്ടെത്താം എന്നീ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ ചുരുക്കി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഡയമെൻഷൻ എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. അതിനുശേഷം അതിൻ്റെ ഉത്തരത്തിലൂടെ ഞാൻ പറയാം എന്താണ് ഡയമെൻഷൻ എന്ന്. അപ്പോൾ അതിനാദ്യം നമുക്ക് വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടെത്താം. വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടെത്താൻ പോവുകയാണ്. അതിന് എനിക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് വോളിയത്തിൻ്റെ ഇക്വേഷനാണ്. വോളിയം V = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് നമുക്കറിയാവുന്നതാണ് അല്ലേ? വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എഴുതിയ ഇക്വേഷനിലെ ഓരോ ആൾക്കാരെയും ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ രൂപത്തിലേക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ SI യൂണിറ്റ് സിസ്റ്റത്തെ പറ്റി വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ അവിടെ 7 ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്, 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട് എന്നൊക്കെ പഠിച്ചിരുന്നു. ഇവിടെ അതുതന്നെയാണ് വരുന്നത്. എഴുതി വച്ചിരിക്കുന്ന ഈ വോളിയത്തിൻ്റെ ഇക്വേഷനിലുള്ള ഓരോ ആൾക്കാരും ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണെന്ന് തിരിച്ചറിയുക. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. വോളിയം = ആദ്യത്തെ ആൾ ലെങ്ത് ആണ്. നമുക്കറിയാം ലെങ്ത്ത് അങ്ങനെ തന്നെ ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അത് നേരിട്ട് എഴുതാം. ലെങ്ത്ത് ഇൻറ്റു രണ്ടാമത്തെ ആൾ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതിയാണ്. നമുക്കറിയാം വീതി അളക്കാൻ ഉപയോഗിക്കുന്നത് സ്കെയിൽ തന്നെയാണ്. നീളം അളക്കാൻ ഉപയോഗിക്കുന്ന അതേ സ്കെയിൽ വെച്ച് തന്നെയാണ് നമ്മൾ വീതിയും അളക്കുന്നത്. പക്ഷേ നീളം അളന്ന ദിശയിലല്ല വീതി അളക്കുന്നതെന്ന് മാത്രം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ വീതി എന്ന് പറയുന്നതും ഫണ്ടമെൻ്റലി ലെങ്ത് തന്നെയാണ്. അടിസ്ഥാനപരമായി വീതി എന്ന് പറയുന്നതും ഒരു നീളം തന്നെയാണ്. എന്നാൽ നീളം എന്ന പേരിൽ തന്നെ നമ്മൾ അളന്നെടുത്ത ദിശയ്ക്ക് മറ്റൊരു ദിശയിലാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്? ലെങ്ത്ത് തന്നെയാണ്. ലെങ്ത്ത് തന്നെ ആണ്. ഇൻറ്റു ഇനിയുള്ളത് ഹൈറ്റാണ്, ഉയരം. ഉയരം അളക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്കെയിൽ തന്നെയാണ്. അത് ലെങ്ത്തോ ബ്രെഡ്ത്തോ അളന്ന ദിശയിലല്ല എന്ന് മാത്രം. നമുക്കറിയാം ഉയരം അളക്കേണ്ടത് മുകളിലേക്കാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഫണ്ടമെൻ്റലി പറഞ്ഞാൽ ഹൈറ്റും എന്ത് തന്നെയാണ്? ഒരു ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ ഹൈറ്റ് ഓൾസോ ബി എ ലെങ്ത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ രൂപം മാറി. ഇപ്പോൾ ഇക്വേഷനിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ലെങ്ത്തായി. യഥാർത്ഥ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റൊക്കെ ആണ്. എന്നാലും ഈ ആൾക്കാർ ഏതേത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ന് മാറ്റി എഴുതിയപ്പോൾ അത് ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്നായി. ഇനിയാണ് നമ്മൾ ഡയമെൻഷൻ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഡയമെൻഷൻ റെപ്രസെൻ്റ് ചെയ്യുക സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ഡയമെൻഷൻ ഓഫ് വോളിയം = ആദ്യത്തെ ആൾ ലെങ്ത് ആണ്. അപ്പോൾ എഴുതുന്നു ഡയമെൻഷൻ L. ഇവിടെ ലെങ്ത്തിൻ്റെ പവർ 1 ആണ്. 1 ആയതുകൊണ്ടാണ് എഴുതാത്തത്. ലെങ്ത്ത് ⁻1 എന്നാണ് വരിക അല്ലേ? സാധാരണ നമ്മൾ ⁻1 എന്ന് വരുമ്പോൾ എഴുതാറില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതാതെ പോയത്. അപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഞാൻ L⁻1 എന്നിങ്ങനെ എടുത്തെഴുതി. എഴുതാതെയും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ⁻1 ആയതുകൊണ്ട് എഴുതാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു വീണ്ടും നമ്മുടെ ഇക്വേഷനുള്ളത് ലെങ്ത്ത് തന്നെയാണ് L. ഇവിടെ ഞാൻ പവർ എഴുതുന്നില്ല കേട്ടോ. രണ്ട് രീതിയിലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ⁻1 ആണെങ്കിൽ എഴുതേണ്ടതില്ല. ഇൻറ്റു എഗെയിൻ ലെങ്ത്ത് തന്നെയാണ് L. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ കണ്ടെത്താനുള്ള യഥാർത്ഥ ഇക്വേഷനെ, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്താനുള്ള യഥാർത്ഥ ഇക്വേഷനെ ഒരു ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഒരു ഡയമെൻഷണൽ ഫോർമുല.
ഇനി നോക്കിയാൽ അറിയാം ഇതെല്ലാം ലെങ്ത് തന്നെയാണ്, എല്ലാത്തിനും പവർ 1 തന്നെയാണ്. ഇവർക്കിടയിലുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് ചുരുക്കി എഴുതണം. അങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു L⁻³ എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്കറിയാം. എങ്ങനെയാണ് L⁻³ ആയത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ഞാൻ എഴുതുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളുടെ 2 പ്രോപ്പർട്ടിയാണ്. ഈ 2 പ്രോപ്പർട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കാനും പറ്റുള്ളൂ, അത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക. A⁻m⁴n ഈസ് ഈക്വൽ ടു A⁻m×n. ഓക്കെ, അതുപോലെ A⁻m × A⁻n ഈസ് ഈക്വൽ ടു A⁻m+n. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുണ്ട്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, A⁻m⁴n എന്ന് വന്നാൽ ഈ 2 പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. A⁻m × A⁻n എന്ന് വന്നാൽ ഈ 2 പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതിയാകും. ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ ഇത് ഏതാ കേസെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോമിലാണ് അല്ലേ. ഇവിടെ 2 ടേമേ ഉള്ളൂ, ഇവിടെ 3 ടേം ഉണ്ടെന്ന് മാത്രം. ഇവിടെ L⁻1 × L⁻1 × L⁻1. ഇത് തന്നെയാണ് ഫോർമാറ്റ്. A⁻m × A⁻n × ഒരു ടേമും കൂടെ ഉണ്ടെന്ന് മാത്രം. എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂകൾ ഇവിടെ 1 ആണ്, ഒരു ടേമും കൂടെ അഡീഷണലി വരും. അപ്പോൾ അവിടെ അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? പവറുകളെല്ലാം കൂട്ടണം. അപ്പോൾ ഇവിടെ 1 + 1 + 1 3. അങ്ങനെയാണിത് L⁻³ ആയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ കൂട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക. എന്നിട്ടും സാധിക്കാത്ത പക്ഷം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്കുകൾ വരികയാണെങ്കിൽ നമുക്കത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തി, വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി ഞാൻ ഈ റിസൾട്ടിലൂടെ എന്താണ് ഡയമെൻഷൻ എന്ന് പറയാം. ഇനി പറയുന്ന വാചകങ്ങൾ കൺസെപ്റ്റാണ്. പരീക്ഷയ്ക്ക് കൺസെപ്റ്റ് ചോദിക്കുമോ എന്ന് പറയാൻ പറ്റില്ല, ഇതുവരെ ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല, ഇനി ചോദിച്ചുകൂടാ എന്നില്ല. എന്നാൽ എന്താണ് ഡയമെൻഷൻ എന്നുള്ള സങ്കല്പം ക്ലിയർ ആകാൻ വേണ്ടിയാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ എഴുതി വച്ചിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ലെങ്ത് ടു ദ പവർ 3 എന്നാണ്. അതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പവർ 3 ആക്കിയാൽ മതിയാകും. ഒന്നുകൂടെ പറയാം, വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ പവർ 3 ആയിട്ട് ഉയർത്തിയാൽ മതിയാകും. അതല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ പവർ 3 ആയിട്ട് ഉയർത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വോളിയമാണ്. ക്ലിയറായോ? അപ്പോൾ ഇതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതേത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എത്രയെത്ര പവറായി ഉയർത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും എന്നതിനെയാണ്, ഈ പവറിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ പവർ ഒരു നിശ്ചിത വാല്യൂവായി ഉയർത്തിയാൽ നമുക്ക് മറ്റൊരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയറായോ? ഡയമെൻഷൻ എന്ന സങ്കല്പം ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ എഴുതി വച്ചിരിക്കുന്ന ഇക്വേഷനിൽ വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കുള്ളിൽ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അല്ലേ. മാസില്ല, ടൈമില്ല, ഇലക്ട്രിക് കറണ്ടില്ല, മറ്റ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ മറ്റ് 6 എണ്ണവുമില്ല. വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കുള്ളിൽ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്കൊന്ന് മാറ്റി എഴുതിയാൽ ഞാൻ ഇങ്ങനെ വേണം എഴുതാൻ. ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ m⁴, L⁻3, T⁻0. ഇതാണ് ഡയമെൻഷണൽ ഫോർമുലയുടെ സ്റ്റാൻഡേർഡ് ഫോം. മാസിനെ പറ്റിയും ലെങ്ത്തിനെ പറ്റിയും
ടൈമിനെ പറ്റിയും റെഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, m⁴ എന്നാണ്. അതായത് വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാസ് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇല്ല. അല്ലെങ്കിൽ വോളിയം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാസ് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമില്ല. ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമുണ്ട് ⁴. ടൈം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫോമിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഫോർമുല, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു പ്രാക്ടീസിന് വേണ്ടി നമുക്ക് കുറച്ചധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി പരിഗണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളുക. ആദ്യം എനിക്ക് വേണ്ടത് ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. ρ = മാസ് ബൈ വോളിയം. ശരിയാണല്ലോ, ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. ഇനി ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി = ഇവിടെ ന്യൂമറേറ്ററിൽ മാസ് ആണ്, അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ m⁴ അങ്ങനെ എഴുതാൻ കാരണം ഇവിടെ മാസിൻ്റെ പവർ 1 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വോളിയമാണ്. ഡയമെൻഷൻ ഓഫ് വോളിയം ⁴ ഡിനോമിനേറ്ററിലുള്ള വോളിയത്തിൻ്റെ പവറും 1 ആണ്, അതുകൊണ്ട് ഡയമെൻഷണൽ പവറും 1 ആയി. ക്ലിയർ? തീർന്നില്ല. ഇനി നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള ആളെ ന്യൂമറേറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ പവറിൻ്റെ വാല്യൂ മൈനസ് ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, വീണ്ടും മുൻപോട്ട് പോകുന്നു. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി = ഡയമെൻഷൻ ഓഫ് m. പവർ 1 ആയതുകൊണ്ട് എഴുതുന്നില്ല, ന്യൂമറേറ്ററിലുള്ള ടേമാണ്, അതങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വോളിയം ⁴ ഇത്തവണ പവർ -1 ആയി. ഇനി നമുക്കറിയാം, നമ്മൾ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതിയതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി = ഡയമെൻഷൻ ഓഫ് മാസ് ⁴ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m⁴, L⁻3 -3 T⁻0. വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല L⁻3 എന്ന് തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു -1 ഉള്ളതുകൊണ്ടാണ് അതിവിടെ മൈനസ് ആയത്. ഇനി ഇവ ചേർത്തെഴുതണം. ചേർത്തെഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ നോക്കൂ, m⁴ ഇൻറ്റു m⁴. ഇത് നമ്മൾ മുൻപ് പഠിച്ച ഒരു പ്രോപ്പർട്ടിയിലേക്ക് വന്നു അല്ലേ, a⁻m ഇൻറ്റു a⁻n. അപ്പോൾ എന്ത് ചെയ്യണം? a⁻m + n പവറുകൾ കൂട്ടണം. അങ്ങനെ കൂട്ടി എഴുതിയാൽ 1 + 0 എന്ന് വരും. അത് 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതും. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി = ഡയമെൻഷൻ ഓഫ് m⁻1 L⁻3 T⁻0. ഇതാണ് നമ്മുടെ ഡെൻസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആണല്ലോ? സംശയമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പോസ് ചെയ്യുകയും വീഡിയോ വീണ്ടും കാണുകയും ചെയ്യണം. ഓക്കെ, നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ക്വാണ്ടിറ്റി, ലെറ്റ്സ് ടേക്ക് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് മാറ്റി എഴുതും. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി = ന്യൂമറേറ്ററിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്ന അയാൾ ലെങ്ത് ആണ്, നീളമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെയാവും? L എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ടൈമാണ്, ഡയമെൻഷൻ T. ഇനി ആസ് യൂഷ്വൽ ഡിനോമിനേറ്ററുള്ള ആളെ ന്യൂമറേറ്ററിലേക്ക് മാറ്റുന്നു. സോ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി = ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് T⁻1. -1 വരാൻ കാരണം എന്താണ്? അതെ, ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് മാറ്റിയപ്പോൾ പവർ മൈനസായി. ഇനി ചേർത്തെഴുതുന്നു. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി = ഡയമെൻഷൻ ഓഫ് L T⁻1. സ്റ്റാൻഡേർഡ് ഫോം ഇതല്ലാന്ന് നമുക്കറിയാം, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി = ഡയമെൻഷൻ ഓഫ് m⁴0 L⁻1 T⁻1. ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആണോ?
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു ഫോമിൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് പറയാം. അടുത്ത ക്വാണ്ടിറ്റിയെ നമ്മൾ എടുക്കുക, ലെറ്റ്സേക്ക് 3. നാലാമത്തെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മൊമെൻറ്റമാണ്. മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനാണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു കാര്യം ചെയ്താൽ ഇത്തവണ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അല്ല എഴുതുന്നത്, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എഴുതുകയാണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇത് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് തന്നാൽ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു, ഇനി എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മുടെ യൂണിറ്റിലെ ആദ്യത്തെ യൂണിറ്റ് കിലോഗ്രാമാണ്. കിലോഗ്രാം എന്തിൻ്റെ യൂണിറ്റാണ്? അതെ, മാസിൻ്റെ യൂണിറ്റാണ്. ഇവിടെ കിലോഗ്രാമിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് മാസ് ടു ദ പവർ 1 എന്ന് എഴുതണം. മാസാണെന്ന് തിരിച്ചറിഞ്ഞത് കിലോഗ്രാം എന്ന യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ്. 1 ആണെന്ന് തിരിച്ചറിഞ്ഞത് യൂണിറ്റിൽ അതിൻ്റെ പവർ 1 ആയതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് മീറ്ററാണ്. മീറ്റർ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണെന്നറിയാം. ലെങ്ത് ടു ദ പവർ 1, പവർ 1 ആയത് മീറ്ററിൻ്റെ പവർ 1 ആണ്. മൂന്നാമത്തെ യൂണിറ്റ് സെക്കൻഡാണ്. അതിൻ്റെ പവർ -1 ആണ്. സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റാണ്, അതുകൊണ്ട് T⁻⁻1. അല്ലെങ്കിൽ അല്പം കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതിയാൽ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു mL T⁻⁻1. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സ്റ്റെപ്പുകൾ കൊണ്ട് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കൊരു യൂണിറ്റ് കിട്ടിയാലും ഈ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറ്റും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. 5 സേ ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. A ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. എഴുതുകയാണ് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്റർ വെലോസിറ്റിയാണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടെത്തിയതാണ്. m⁻⁴ L⁻⁴ T⁻⁻1 -1 ആണ്, -1 ഡിവൈഡഡ് ബൈ T⁻⁻1. ആസ് യൂഷ്വൽ ഡിനോമിനേറ്ററിലെ ആളെ ന്യൂമറേറ്ററിലേക്ക് മാറ്റുന്നു. ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു m⁻⁴ L⁻⁴ T⁻⁻1 ഇൻറ്റു വീണ്ടും ഡയമെൻഷൻ T⁻⁻1. ഈ ഇവിടെയുള്ള T⁻⁻1 ആണിത്. ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് മാറ്റിയപ്പോഴുള്ള T⁻⁻1 ആണിത്. ഇവിടെ രണ്ട് ടേമുകളുണ്ട്, A⁻m ഇൻറ്റു A⁻n. അത് നമുക്കറിയാം, A⁻m പ്ലസ് n. -1 പ്ലസ് 1, സോറി -1 പ്ലസ് -1, അത് -2 എന്നാകും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ഫൈനൽ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം? m⁻⁴ L⁻⁴ T⁻⁻2. ക്ലിയർ ആയോ? ഞാനിപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്താൻ കാരണം ഒരു കാര്യം കൂടെ പഠിപ്പിക്കാം. ഒരു ഡയമെൻഷണൽ ഫോർമുല തന്നാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നും കൂടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കൊള്ളുക. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഡയമെൻഷണൽ ഫോർമുല ഉണ്ട്. ഇതേത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് ഇനി അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇവൻ്റെ യൂണിറ്റ് കണ്ടെത്താം. നോക്കിക്കൊള്ളുക. ഡയമെൻഷണൽ ഫോർമുല എൻ്റെ മുമ്പിൽ ഇങ്ങനെയാണുള്ളത്. m⁻⁴ L⁻⁴ T⁻⁻2. ഓരോന്നും എടുക്കുകയാണ്. m⁻⁴ എന്ന് പറഞ്ഞാൽ ഇതേത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാസ് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് യൂണിറ്റിൽ കിലോഗ്രാം ഉണ്ടാകില്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അടുത്തത് L⁻⁴ അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമുണ്ട്, അതും പവർ 1 ആണ്. അപ്പോൾ യൂണിറ്റ് എഴുതുമ്പോൾ ലെങ്ത്തിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ലെങ്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, എന്താണ്? മീറ്ററാണ്. പവർ അറിയാം, എത്രയാണ്? 1 ആണ്. അതിവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.
അടുത്ത ടേം എന്ന് പറയുന്നത് t⁻². അപ്പോൾ ടൈം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഉണ്ടാകും. ടൈമിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, സെക്കൻഡാണ്. സെക്കൻഡാണ്. ഇവിടെ ഡയമെൻഷണൽ പവർ ടൈമിൻ്റേത് -2 ആണ്. അതുകൊണ്ട് യൂണിറ്റിൻ്റെ പവറും എത്ര തന്നെ ആകണം? -2 തന്നെ ആകണം. അപ്പോൾ ഇതാണ് യൂണിറ്റ്. m⁻1 s⁻². അതിനെ കുറച്ചും കൂടെ സാധാരണ ഭാഷയിൽ എഴുതിയാൽ, അല്ലെങ്കിൽ നമ്മൾ കോമൺ ഫോമിൽ എഴുതിയാൽ m⁻², അല്ലെങ്കിൽ m/s⁻². അതുമല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമുക്കറിയാം, m/s². അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് m/s² ആണ് എന്ന് നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്ന് കണ്ടെത്തി. ഓക്കെ ആണല്ലോ. കുറച്ചധികം കാര്യങ്ങൾ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ഇത് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോർമുല ചെയ്ത് നോക്കണം. ഇതൊന്ന് വഴങ്ങണം. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. 1-2 സ്പെഷ്യൽ നോട്ടുകൾ കൂടി പറയുകയാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ, പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. സ്പെഷ്യൽ നോട്ട്. 1, ഫിസിക്കൽ ക്വാണ്ടിറ്റി having unit but no dimensions. ഇനി എഴുതാൻ പോകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ടാകുകയും ഡയമെൻഷൻ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണം എഴുതുകയാണ്. 1, പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താണ്? അതെ, റേഡിയൻ. രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ. യൂണിറ്റ് നമുക്കറിയാം, സ്റ്റെറഡിയൻ. മൂന്നാമത്തേത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും യൂണിറ്റ് ഉണ്ട്, പക്ഷേ എന്തില്ല? ഡയമെൻഷൻസ് ഇല്ല. ക്ലിയർ ആണല്ലോ. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കാം. അത് മാത്രമല്ല, ഈ 2 പേർ SI യൂണിറ്റ് സിസ്റ്റത്തിലെ സപ്ലിമെൻ്ററി യൂണിറ്റുകളാണ് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ അത് ആ പോയിൻ്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തുകൊള്ളുക. ഓക്കെ. ഇനിയൊരു സെക്കൻഡ് സ്പെഷ്യൽ നോട്ട് കൂടെ തരികയാണ്. Physical quantities having no unit and no dimension. അതായത് യൂണിറ്റുമില്ല, ഡയമെൻഷനുമില്ല, രണ്ടുമില്ല. യൂണിറ്റുമില്ല, ഡയമെൻഷനും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. അവയ്ക്ക് ചില ഉദാഹരണങ്ങൾ എഴുതുകയാണ്. 1, സ്ട്രെയിൻ. സ്ട്രെയിനിന് എന്തുകൊണ്ടാണ് യൂണിറ്റും ഡയമെൻഷനും അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുലയും ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെന്ന് വിചാരിക്കുക. സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് ലെങ്ത് വൈസുള്ള ലീനിയർ സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് നിങ്ങൾക്ക് ഏരിയൽ സ്ട്രെയിൻ ആക്കാം, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ ആക്കാം, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇത് ഏത് സ്ട്രെയിൻ ആയാലും കൊള്ളാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്നാണ്, ലെങ്താണ്. ആ ലെങ്ത് ഏത് സമയത്തുള്ള ലെങ്ത് ആയാലും കൊള്ളാം, സംഭവം ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ലെങ്ത്ത് ബൈ ലെങ്ത്ത് എന്ന് എഴുതേണ്ടി വരും. ഈ ഡയമെൻഷൻസ് ക്യാൻസലാകും. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോഴും ഇവിടെ യൂണിറ്റ് മീറ്റർ ആകും, ഇവിടെയും യൂണിറ്റ് മീറ്റർ ആകും. ആ 2 യൂണിറ്റുകളും എന്താകും? ക്യാൻസലാകും. അതുകൊണ്ടാണ് സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അത് പ്രത്യേകം ഓർക്കുക. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടെ പറയാം.
റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്കും യൂണിറ്റുമില്ല, ഡയമെൻഷനുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയമെൻഷൻ എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കൂടെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ചിലപ്പോൾ അല്പം കൂടുതൽ ഡേറ്റ പോലെ തോന്നിയേക്കാം. എന്നാലും വീഡിയോയുടെ സ്പീഡ് കുറച്ചോ ആവർത്തിച്ച് കണ്ടോ എങ്ങനെയെങ്കിലും ഡയമെൻഷൻ എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോയിൻറ്റുകളെല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക. എങ്കിൽ മാത്രമേ ഈ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ലോയായ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അതുപോലെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ്. പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് മേ ബി ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഹോമോജിനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിലാണ് പഠിപ്പിക്കുക. അത് മനസ്സിലാകണമെങ്കിലും അത് ചെയ്യണമെങ്കിലും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. പഠിച്ചതിന് നന്ദി. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.